നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നത് നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ ആയുസ്സിൽ നിന്ന്, നമ്മുടെ സമയത്തിൽ നിന്ന്, നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കയ്യിലെ പട്ടത്തിന്റെ കയറ് പൊട്ടുമ്പോൾ പട്ടം ഇങ്ങനെ ആകാശത്ത് പറന്നുയർന്ന് അതിങ്ങനെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ വിറക്കണ്ണുകളോടൊമ്മച്ചേ എന്റെ പട്ടം പോയുമ്മച്ചേ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവസാനിക്കുന്ന നമ്മുടെ റൂഹ് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ദിനം മുന്നിൽ വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. സർവരോടും പറയുന്നു, ദഅവത്ത് വ്യക്തിബാധിതയായി തന്നെ വരും. അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ത്വാഖതിഹി, ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് അത് നിർവഹിക്കണം എന്നാണ്. വിസ്ഡം യൂത്ത് അതിന്റെ ഏറ്റവും ശക്തമായ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആളില്ലാത്ത, സഹകരിക്കാൻ ആളില്ലാത്ത, പിന്തുണ തരാൻ ആളില്ലാത്ത, ബോക്സ് എടുക്കാൻ ആളില്ലാത്ത, മൈക്ക് എടുക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക്, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് തൗഹീദ് കേൾപ്പിക്കാൻ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി കടത്തിണ്ണകളിൽ, റോഡുകളിൽ, വീട്ടുമുറ്റങ്ങളിൽ തസ്ഫിയയുമായി ഇനിയും മുന്നോട്ട് പോവുക. നമ്മൾ ഇസ്ലാം മത വിമർശനം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പുമായി വരുന്നവർ, വിമർശനം അല്ലെങ്കിൽ വിമർശകരെ കൈകാര്യം ചെയ്യുക എന്ന ഉദ്ദേശവുമായി വരുന്നത് പ്രധാനമായിട്ടും ഇവിടുത്തെ വഹാബികളാണ്. മീൻസ് ഞാൻ പണ്ഡിതന്മാരുടെ കാര്യം കേട്ടോ പറയുന്നത്. സാധാരണ വിശ്വാസികൾ, വികാരപ്രകടനം നടക്കുന്ന സാധാരണ വിശ്വാസികളെ കുറിച്ചല്ല. പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് അതിതീവ്രമായ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ആക്രോശങ്ങളൊക്കെ ആയിട്ട് രംഗപ്രവേശം ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ വഹാബികളാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന, അല്ലെങ്കിൽ ആ സമൂഹത്തിനകത്തുള്ള മനുഷ്യർ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമോ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഒരു ബുദ്ധിമുട്ട് കാരണം വിമർശിക്കുന്ന അല്ലെങ്കിൽ വിമർശകരെ നേരിടാൻ വരുന്ന സുന്നികളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സുന്നികൾ വിമർശിക്കുമ്പോഴും മുജാഹിദുകൾ വിമർശിക്കുന്നതും, പ്രത്യേകിച്ച് സലഫികൾ, വഹാബികൾ വിമർശിക്കുമ്പോഴും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അത് അവരുടെ തൊഴിൽ മേഖലയെ കാര്യമായി സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മുജാഹിദുകൾ പൊതുവിൽ പറയപ്പെടുന്നത് ഈ സുന്നികളെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും അവരുടെ നേർച്ച, അതേപോലെ തന്നെ പരിപാടികൾ, സ്വലാത്ത്, മജ്ലിസ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിരന്തരമായിട്ട് വിമർശിക്കുകയും പൗരോഹിത്യം, പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പൗരോഹിത്യം ഇസ്ലാമിനെ ദുരുപയോഗം ചെയ്ത് അണികളെ എങ്ങനെ കൂട്ടി നിർത്തിയിരിക്കുന്നു എന്ന ആക്ഷേപമൊക്കെ സാധാരണഗതിയിൽ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇവർക്ക് പൗരോഹിത്യമൊന്നുമില്ല, ഇവർക്ക് സാമ്പത്തികമായ താല്പര്യങ്ങളില്ല എന്നൊക്കെയാണ് ഒരു വെപ്പ്. പൊതുവെ ഇവരങ്ങനെയാ പറയാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ആഗോള തലത്തിൽ വഹാബിസം എന്ന് പറയുന്ന ആശയത്തെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന, അത് ഇപ്പം സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള, കുറ്റസമ്മതം നടത്തിയിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് ഞങ്ങൾ വഹാബിസം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇസ്ലാം കയറ്റുമതി ചെയ്യുകയായിരുന്നു എന്ന്. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പണം ഒഴുകുമായിരുന്നു. എന്ന് മാത്രമല്ല ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തൗഹീദ് എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വഹാബിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ഇസ്ലാഹിയത്തിലൂടെ മുസ്ലിങ്ങളെ സംസ്കരിച്ച് വഹാബി തൗഹീദിലേക്ക് വരുത്തുകയും അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിന് പുറത്തുള്ള മനുഷ്യരെ ദഅവത്ത് നടത്തിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു അറബിക് കൾച്ചർ, അത് വസ്ത്രത്തിൻ്റെതായാലും ഭക്ഷണത്തിൻ്റെതായിട്ടും ഒക്കെ ഒരു ഇസ്ലാമിക് കൾച്ചർ അത് ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ വഹാബികൾ. ഇവർ പക്ഷേ ഒരു പുറത്തോട്ട് പറയുക, വിശ്വാസികളുടെ മുമ്പിലൊക്കെ പറയുക, ഞങ്ങളിങ്ങനെ ഇസ്ലാഹിയത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യത്തിലും എന്താ പറയുക, മതം അതിൻ്റെ പ്യൂരിറ്റിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പണ്ടുകാലത്ത് നബി എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് യഥാർത്ഥ തൗഹീദ്, പ്യുവർ ഫോം ഓഫ് തൗഹീദാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കിടയിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തെ അടിച്ചേൽപ്പിക്കുക, മീൻസ് പ്രബോധനത്തിലൂടെയോ ആളുകളെ കബളിപ്പിച്ചൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് വഹാബികൾ. ഈ വഹാബികൾ മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിക്കും അത്തരം പദ്ധതികൾ ഉണ്ടായിരുന്നു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം അസ്ക്യത, ഇവിടുത്തെ AP വിഭാഗം സുന്നികളിൽ പോലും ദഅവ കോളേജുകളും ദഅവ പദ്ധതികളും ദഅവത്ത് നടത്താൻ വേണ്ടി പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മതവിമർശകരെ ഇവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ കാരണം, വഹാബികൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് നേരിടാൻ കാരണം അവരുടെ കച്ചവടം പൂട്ടും എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കച്ചവടം പൂട്ടിക്കഴിഞ്ഞു. അതായിരുന്നല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ദഅവ ബിസിനസ് സംരംഭം. അപ്പോൾ ആ സംരംഭം അതിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. വൻകിടകളൊക്കെ പൂട്ടിപ്പോകുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തൊട്ടും തൊടാതെയും ദഅവത്ത് നടത്തി അങ്ങനെ പോവുകയാണ്. കോളേജിൽ പോകുന്ന കുട്ടികളെ, അടുത്തിരിക്കുന്ന കുട്ടികളെ, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെ, എവിടെയെങ്കിലും വല്ല ക്യാമ്പിലോ എവിടെയെങ്കിലും പോകുന്ന കുട്ടികളെ, ട്രെയിനിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നതിനോട് വെറുതെ ഒന്ന് ചിരിച്ചിട്ട് നിങ്ങളെ പേരെന്താ എന്ന് ചോദിച്ചിട്ടുള്ള ദഅവത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവരിങ്ങനെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക.
അപ്പൊ നമ്മൾ ഇസ്ലാം മത വിമർശനം നടത്തുന്നതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഒന്ന് ഇസ്ലാമിനകത്തുള്ള മനുഷ്യർക്ക് എന്താണ് ഇസ്ലാം എന്ന് ഏകദേശ ധാരണയാവും. ഇപ്പൊ ഇവർ ഇസ്ലാഹിയത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ക്ലാസ്സിനേക്കാളും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരവരുടെ സാമാന്യ ബോധവും യുക്തിയൊക്കെ വെച്ച് പരിശോധിക്കുന്ന പല ആളുകൾക്കും ഇസ്ലാം എന്താണെന്നും തിരിച്ചറിയുകയും അതിൻ്റെ ആ ഒരു കാർക്കശ്യത്തിൽ നിന്ന് പിടിവിടുകയും അവർ സാമാന്യമായിട്ട് മനുഷ്യരുടെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും അവർ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മതവിശ്വാസത്തിൽ ഉണ്ടാകുന്ന കുറവ് ഒരു ഭാഗത്ത് അവരെ ബാധിക്കും. അതിനേക്കാളും വലിയ പ്രശ്നം ഇവരെ സംബന്ധിച്ച്, ഇവർ മതവിശ്വാസത്തിന് പുറത്തുള്ള ആളുകളെയാണല്ലോ ദഅവത്ത് നടത്തേണ്ടത്. അപ്പോൾ ഈ മതവിശ്വാസത്തിന് പുറത്തുള്ള, അതായത് ഇസ്ലാമിന് പുറത്തുള്ള ഹിന്ദുക്കളായിട്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള, അല്ലെങ്കിൽ സെക്യുലറായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ പ്രായം തൊട്ട് വേറെ ഏതെങ്കിലും മതത്തിലായിരിക്കും, പക്ഷെ അതൊന്നും കാര്യമായിട്ട് പരിഗണിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ, ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവർ ദഅവത്തിന് വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കുന്ന ലീഫ്ലെറ്റുകൾ അതുകൊണ്ട് ചെന്ന് ഒരു പുസ്തകമോ ഒരു ലഘുലേഖയോ ഒക്കെ കൊടുത്തിട്ട് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, മരണം, മരണാനന്തര ജീവിതം, ജീവിതത്തിൻ്റെ ലക്ഷ്യം, നീതി നിർവഹണം, ആത്യന്തിക നീതി നടപ്പിലാക്കാൻ വേണ്ടി പരലോകത്തിൻ്റെ അനിവാര്യത തുടങ്ങിയിട്ടുള്ള സൂത്രപ്പണികളുണ്ടെന്ന് ചെന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യന്മാർക്കും ഇതൊക്കെ അറിയിപ്പോൾ. എന്താണ് ഇസ്ലാം, എന്താണ് മുഹമ്മദ് നബി, എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത, എന്താണ് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകത, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ദഅവത്ത് കച്ചവടം കാര്യമായി ഇനി നടക്കൂല. കാര്യമായി നടക്കൂല എന്നല്ല, കേരളത്തിൻ്റെ മണ്ണിൽ ഇനി ദഅവത്ത് നടക്കൂല. അപ്പം അത് ആണിപ്പോൾ ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് അവരുടെ പ്രധാന വരുമാന മാർഗവും വിദേശ പണം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവുമായിട്ടുള്ള ദഅവത്ത് എന്ന് പറയുന്ന ഈ കച്ചവടം നിർത്തിയാൽ പിന്നെ ഇവർക്ക് ബക്കറ്റ് പിരിവും പാട്ടപ്പിരിവും അല്ലാതെ വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മളൊക്കെ മതവിമർശനം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ അവർ ആക്ഷേപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി വിമർശനം നടത്തുന്നു. നമ്മൾ ഡൊണേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇവർ പണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ആക്ഷേപിച്ച് നമ്മൾ സമ്പത്തിന് വേണ്ടി, സംഘപരിവാറിൻ്റെ ഫണ്ടിന് വേണ്ടി, ജൂത ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ മതവിമർശനം നടത്തുന്നത് എന്ന് പറയുന്ന ആളുകൾ അവരുടെ ദഅവ ബിസിനസ്സിൽ ചെറിയ ഇടിവുണ്ടാകുമ്പോൾ ഇപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇവർ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന കാര്യമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് കാണാം. അള്ളാഹ്ക്ക് വേണ്ടി പിരിവ് തരണേ കൂട്ടരെ എന്നാണ് ഇപ്പോൾ അവരുടെ പുതിയ ആവശ്യം. നമ്മൾ ആ ആവശ്യമാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി പണം കടം കൊടുക്കാൻ ആരുണ്ട് എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. താങ്ക് യു സുനിൽ. ഇന്നലെ രാത്രി ഏറെ വൈകി ഒരു കാഴ്ച കാണുകയുണ്ടായി. ഈ ഗ്രൗണ്ടിലും തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലും പരിസരങ്ങളിലുമൊക്കെ കുറെ സഹപ്രവർത്തകർ കഠിനാധ്വാനത്തിലായിരുന്നു. കുറെ ദിവസങ്ങളായി തളർന്ന അവശരായി രാത്രി 2:30-3 മണിക്ക് ശേഷം ഉറങ്ങുന്ന കുട്ടികൾക്കിടയിൽ ലാപ്ടോപ്പിലിരുന്ന് എനിക്കു തന്നെയും പൂർണ്ണമായി പരിചയമില്ലാത്ത നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അയാളൊരു പുതിയ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതുന്ന കോഡ് ഇവിടുത്തെ ട്രാഫിക് ഏരിയകളിൽ വണ്ടി നിർത്തിയാൽ അവിടുന്ന് വണ്ടി പോയോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ആപ്പിന്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇദ്ദേഹം ആരാന്നൊന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹം ആരാന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി. അറിയാതിരിക്കാൻ മാർഗമൊന്നുമില്ല. എങ്കിലും ഇദ്ദേഹം എം അക്ബർ വിരുദ്ധ പക്ഷം, അല്ലെങ്കിൽ എം അക്ബറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മുജാഹിദിലെ പ്രബലരായ 2 വിഭാഗങ്ങളിലെ KNM-ഉം അതേപോലെ വിസ്ഡം ഗ്രൂപ്പും. ഈ വിസ്ഡം ഗ്രൂപ്പിലെ വിസ്ഡം യൂത്ത് എന്ന് പറയുന്ന നമ്മുടെ അബ്ദുള്ള ബാസിലും സംഘവും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇദ്ദേഹം, താജുദ്ദീൻ സലാഹി. അപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അതിൽ തന്നെ തീവ്ര ദഅവത്തിന്റെ ആശാന്മാരായിട്ടുള്ള, നാട്ടുകാർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ദീന് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുകയും നാട്ടിലെ ക്രമസമാധാനം പോയാലും കുഴപ്പമില്ല, ഞങ്ങളെ ദീന് പറയും എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന വിസ്ഡം വിഭാഗത്തിന്റെ യുവജന പ്രസ്ഥാനമായ, അല്ലെങ്കിൽ യുവാക്കളുടെ വിങ്ങായിട്ടുള്ള വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് താജുദ്ദീൻ സലാഹി. അപ്പൊ ഇവര് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. വലിയൊരു പരിപാടിയാണ്. അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടിൽ അത്യാവശ്യം കുറെ ആളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചതിന്റെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം അവസാനമായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, ഈ ഒരു കുട്ടിയുടെ കഥ കേട്ടല്ലോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കുട്ടി കഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. വിസ്ഡം ഗ്രൂപ്പിന്റെ ആ ഒരു സംഘടന വളർന്നു വലുതായി പന്തലിച്ച് ലോകമെമ്പാടും, പോട്ടെ കേരളത്തിലെമ്പാടും ഇസ്ലാം ദഅവത്ത് നടത്തി എല്ലാവരെയും, ഞാൻ ഉൾപ്പെടെയുള്ള സകല മനുഷ്യരെയും ഹിദായത്തിലാക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ഈ പ്രസംഗിക്കേണ്ട തലേദിവസം നോക്കുമ്പോൾ ഒരു കുട്ടി, ഒരു യുവാവ് ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കോഡിങ് ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബുഖാരി ഹദീസ് സ്വരുക്കൂട്ടാൻ പോയ പോലെയാണ് ഈ കുട്ടിയുടെ കോഡിങ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് നോക്കി എന്റെ സുഹൃത്ത് കാണുന്നു. അവനിടയ്ക്ക് ഇങ്ങനെ കൈ പൊക്കി പ്രാർത്ഥിക്കുന്നു, വീണ്ടും എഴുതുന്നു. ആ ഗദ്ഗതം താജുദ്ദീൻ സലാഹിയുടെ
ആ ഗദ്ഗതം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് ഒരു 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 ഗദ്ഗതം വരുന്നുണ്ട്. സന്തോഷം കൊണ്ടാണ്, ആനന്ദം കൊണ്ടുവരുന്ന ഒരു തരം ഗദ്ഗതമാണ് അത്. പ്രത്യേകിച്ച് പണപ്പിരിവ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാ തരം ഉസ്താദുമാർക്കും ഈ ഗദ്ഗതമോ നിലവിളിയോ മൂക്ക് വീഴ്ചയിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമാണ്. സുന്നികൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, മുജാഹിദുകൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രാർത്ഥിക്കുന്നു, വേണ്ടി എഴുതുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ എത്തും മുമ്പ് ഇത് പൂർത്തീകരിച്ച് ഈ 10-20 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ സഹപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തി മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും ബസ് നിർത്താനുള്ള പ്ലാനാണ് അവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നനഞ്ഞ കണ്ണുകളോടെ റബ്ബേ പുലരും മുമ്പ് എനിക്കിത് പൂർത്തീകരിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുട്ടി ചെയ്യുന്നത് അള്ളാഹു അവന് കൊടുത്ത കഴിവിനെ ഈ ദീനിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ്. ഒരു ഉദാഹരണം ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞതാണ്. അതായത് ആ കുട്ടി പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രി കുത്തിയിരുന്ന് കോഡിങ് ചെയ്യണം. പുലർച്ചെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന വണ്ടികൾ യഥാസ്ഥലത്ത് കൃത്യമായിട്ട് ആളുകളെ എടുക്കാനും നിർത്താനും ആളുകൾക്ക് അത് കാത്തു നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ്, അതിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ് അദ്ദേഹം കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കോഡിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, പഠിച്ചവനെ. അപ്പോൾ ഇത് കാണുമ്പോൾ താജുദ്ദീൻ സലാഹിയുടെ സംഘടനയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും അദ്ദേഹത്തിന് അത് പറയുമ്പോഴുള്ള ഒരു ഗദ്ഗതവും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ എന്തിനത് പറഞ്ഞു വെച്ചാൽ, ഇദ്ദേഹത്തിന് യുവാക്കളോട്, അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന വിസ്ഡം ഗ്രൂപ്പിൻ്റെ അനുഭാവികളായിട്ടുള്ള മനുഷ്യരോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു അഭ്യർത്ഥന പറയാനുണ്ട്. എന്താണത്? നമുക്കൊക്കെ പലതരം കഴിവുകളുണ്ടാവും. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് ആ കഴിവ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കും. ഞാൻ ആത്മാർത്ഥമായി എൻ്റെ സഹപ്രവർത്തകരോട്, എന്നെ കേൾക്കുന്നവരോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഒക്കെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, നമുക്കും എന്തെല്ലാം കഴിവുകളുണ്ട്. ഈ നഗരിയിൽ 1 കോടി രൂപയെങ്കിലും, ഞാൻ എക്സാജറേഷൻ പറയുന്നതല്ല, 1 കോടി രൂപയെങ്കിലും സഹപ്രവർത്തകരുടെ കപ്പാസിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് പരിരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കടന്നുപോയ പാലം, ആ തോടിന്റെ ആഴം കണ്ടാൽ മനസ്സിലാകും. ഈ നഗരിയുടെ പൂർണ്ണമായ ക്രമീകരണങ്ങൾ, ഇതിന്റെ IT സംവിധാനങ്ങൾ ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴാണ് സ്ട്രക്ചറൽ എഞ്ചിനീയർ വന്നത്. അയാൾ അത് പരിശോധിച്ചത്. ഇതിലെ ലൈനുകൾ പോകുന്നുണ്ട്. KCBയിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വരും മുമ്പ് ഇതിന്റെ പ്രിപ്പറേഷനുകൾ കൃത്യമായി ചെയ്തത്. അവർക്ക് വിയോജിപ്പുകൾ പറയാൻ കഴിയാതെ, വിയോജിപ്പുകൾ പറയേണ്ടി വരാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയത്. വാവ്! ആ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള യുവജനത ഇസ്ലാമിനു വേണ്ടി അവരുടെ കഴിവുകൾ, അവരുടെ എന്താ പറയുക, അവരുടെ പലവിധമായിട്ടുള്ള വൈഭവങ്ങൾ അത് പ്രയോഗിച്ചപ്പോൾ ആ പരിപാടിയിൽ സേവ് ചെയ്യപ്പെട്ടത്, അതായത് 1 കോടിയോളം രൂപ അവർക്ക് എന്താ പറയുക പരിരക്ഷിക്കാൻ പറ്റുന്ന, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയിലധികം വിലമതിക്കാവുന്ന സേവനങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവിടെ അതിനകത്തേക്ക് സമർപ്പിച്ചു. എന്താ പറയുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഓരോരുത്തർക്കും പല പല കഴിവുണ്ടാവും. ചിലവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള കഴിവുണ്ടാവും, ചിലവർക്ക് പോസ്റ്റർ അടിക്കാനുള്ള കഴിവുണ്ടാവും, ചിലവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും, ചിലവർക്ക് പിരിവ് നടത്താനുള്ള കഴിവുണ്ടാവും, ചിലവർക്ക് പണം കൊടുക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ എല്ലാ മനുഷ്യരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വിസ്ഡം ഗ്രൂപ്പിന്റെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കണം, സഹകരിക്കണം. അങ്ങനെ നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മൂല്യന്മാരും എല്ലാ സംഘടനക്കാരും പറയുന്ന തന്ത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളിയത്. അപ്പോൾ വിസ്ഡം ഗ്രൂപ്പുകാരുടെ പരിപാടിയിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളി എന്ന് പറഞ്ഞാൽ പക്കറ്റ് വരുന്നുണ്ട് അതിൽ കിട്ടോളിന്നാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് കൗണ്ടറുണ്ട് അതിൽ എഴുതിക്കോളിന്നാണ്. അല്ലാതെ അള്ളാഹിൻ്റെ QR കോഡും കൊണ്ടുവന്നിട്ടൊന്നല്ല പരിപാടി. ഇത് ഇവർ ഇന്നും നില തുടങ്ങിയതല്ല. ഇത് മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിക്ക് കാശിന് ആവശ്യം വന്നപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞെന്താ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളിന്ന്. എന്ന് മാത്രമല്ല, അള്ളാഹ് ഡയറക്റ്റ് ഖുർആൻ കൂടി പറഞ്ഞു എന്നാ പറയണേ. എന്താ പറയണേ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് നല്ലോണം കടം കൊടുക്കാൻ ആരാ ഉള്ളത് എന്ന്. നിങ്ങൾ അള്ളാഹിനെ എപ്പോൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കും. ഇതൊക്കെ ഞാൻ തമാശ പറയുകയാണെന്ന് ചിലപ്പോൾ വിശ്വാസികൾക്ക് തോന്നും. ഖുർആനിലുള്ളത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആനിലുള്ളത്. താജുദ്ദീൻ സലാഹി പറയും, അപ്പം നിങ്ങൾക്ക് വിശ്വാസമല്ലോ. ഈ മഹാസംഗമത്തിൽ എനിക്ക് എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മളിൽ പലരും അവരുടെ ജീവിത മേഖലയിൽ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷനുകൾ നടത്തുന്ന, ബിസിനസ്സുകൾ നടത്തുന്നവരും പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അതെ, പല പല ആളുകളും, ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന പല പല ആളുകളും ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്നവരും പല മേഖലയിൽ തൊഴിലെടുക്കുന്നവരും വലിയ ശമ്പളം മേടിക്കുന്നവരൊക്കെ ആയിരിക്കും. അതിന് ഉസ്താദ് പറഞ്ഞുതരും. നമ്മുടെ പ്രദേശത്ത് നമുക്കൊരു ശാഖയുണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് 5 ആൾ കൂടിയ ഒരു കൊച്ചു സംഘമായിരിക്കും. പക്ഷേ ആ സംഘത്തിന് മാത്രമുള്ള അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മലക്ക് ജിബ്രീൽ വഴി വന്ന ഒരു ആഹ്വാനമുണ്ട്. അതുപോലെ ചിന്തിക്കുന്നവർക്ക് ലോകത്തെമ്പാടും ലഭിച്ച അതേ ആഹ്വാനം, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നത് നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ ആയുസ്സിൽ നിന്ന്, നമ്മുടെ സമയത്തിൽ നിന്ന്, നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. അതായത് നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മുക്കിലോ മൂലയിലോ 4-5 വിസ്ഡം ഗ്രൂപ്പിന്റെ പ്രവർത്തകരുണ്ടാവും.
അപ്പൊ അവര് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ സഹായിക്കുക. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നിങ്ങളുടെ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും നിങ്ങളുടെ സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ ഒരു ഭാഗം, നിങ്ങളുടെ വൈദഗ്ധ്യത്തിന്റെയും ഒക്കെ ഒരു ഭാഗം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കും. അതിന് അള്ളാഹ് കൊടുക്കുന്ന ഓഫറാണ്, ആരെങ്കിലും അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കുമെന്ന്. ഇത് എന്ത് ജാതി അള്ളയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു സമദാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സഹായത്തിന് കാത്തു നിൽക്കുന്ന ഒരു ശക്തിയാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നതിനെ ഇവർ കുറ്റം പറയുന്നത്. നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കി. അള്ളാഹ് പറയാണ്, നിങ്ങൾ ഇന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ തിരിച്ച് സഹായിക്കും എന്ന് മാത്രമല്ല, അള്ളാഹിനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അത് വെറുതെ അല്ല കളി. സംഗതി നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. എങ്ങാനും ഇനി അള്ളാഹ് നിങ്ങൾ സഹായിക്കാൻ തയ്യാറല്ലെങ്കിലോ അപ്പൊ കളി മാറും. അതാണ്. പരിപാടികളിൽ കസേരകളിൽ വന്നിരിക്കുന്നവരും കേവലം ആസ്വാദകരും ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്നവരും മാത്രമായി നമ്മൾ മാറാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാനത്തി ദുനിയാ ഹമ്മുഹു, ഒരാളുടെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം എടുത്തു മാറ്റപ്പെടുകയില്ല. വഫറഖ ശംലഹു, അവന്റെ പ്ലാനുകൾ പടച്ചോൻ തന്നെ പൊളിച്ചു കളയും. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള പൈസക്ക് നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ച വൈദഗ്ധ്യമൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനും നേട്ടത്തിനും കുടുംബത്തിന്റെ മുന്നോട്ട് പോക്കിനും മറ്റു സഹജീവികളുടെ ക്ഷേമത്തിനുമായിട്ട് മാത്രം ഉപയോഗിക്കാനാണ് നിങ്ങളെ ഭാവമെങ്കിൽ അള്ളാഹു സമ്മതിക്കൂല എന്നാണ്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തരാൻ തയ്യാറല്ലേ? നിങ്ങൾ ഭൂമിയിലേക്ക് ഭൗതികമായ ജീവിതത്തിലേക്കാണോ നിങ്ങളെ നോട്ടം? സമ്മതിക്കൂല. അള്ളാഹ് തകർത്ത് കളയും. എങ്ങനെ? അള്ളാഹു ചിലപ്പോ ഉസ്പൂണിന്റെ രൂപത്തിൽ വരും. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് ഫീൽ ചെയ്യണം. അതായത് നിങ്ങളെ കയ്യിലുള്ള പൈസ കുറച്ചൊക്കെ നിങ്ങൾ സംഘടനക്ക് തരണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കൂല എന്ന് പറയണം. അങ്ങനെ നോക്കുമ്പോൾ ലോണ്ടിരിക്കുന്ന മുമ്പിൽ ഒരു സുഹൃത്ത്. ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അള്ളാഹു അവന്റെ പ്ലാനുകളെ, അവന്റെ പദ്ധതികളെ അവന് ക്രോഡീകരിച്ചു കൊടുക്കും. അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ ഇട്ടുകൊടുക്കും. യാ ഇബാദി ഫഫറഖൽ ഇബാദത്തി, എന്റെ അടിമകളെ, നിങ്ങൾ എന്റെ ആരാധനകൾക്ക് എന്റെ വഴിയിൽ നിങ്ങൾ സമയം ചെലവാക്കുക, അതിന് നിങ്ങൾ സമയം ഉണ്ടാക്കുക. എങ്കിൽ അംല സദറക ഗിനൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യത്തെ ഇട്ടുതരും. വലാസുദ്ദു ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ തടയുകയില്ല എന്നാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ളത് അള്ളാഹിനെ സഹായിച്ച അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വത്തും സമ്പത്തും സമയവും ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ സമ്പത്തും ഒക്കെ ആഖിറത്തെ സ്വപ്നം കണ്ട് ഇവിടെ ചെലവഴിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ, വിസ്ഡം ഗ്രൂപ്പിൽ കൊടുത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇനി അല്ല, നിങ്ങൾ ദുനിയാവിലേക്കാണ് തൂങ്ങുന്നത്, ദുനിയാവിന്റെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയുള്ളത് എങ്കിൽ നിങ്ങൾ കുടുങ്ങും മക്കളെ. നിങ്ങൾ രക്ഷപ്പെടാൻ സമ്മതിക്കൂല. നിങ്ങൾ അങ്ങനെയൊന്നും പഠിച്ചോൻ വെറുതെ വിടൂല. അതായത് നിങ്ങൾ ഡൊണേഷൻ തരണം, അപ്പം ഞാൻ നിങ്ങൾക്ക് അതിന് നാളെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമെന്ന് പറയുന്ന അള്ളാഹു അതിൻ്റെ പിന്നാലെ പറയാണ്, എങ്ങാനും നിങ്ങൾ അള്ളാഹിനെ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ ജീവിക്കാൻ വിടൂല. എന്താ കഥ? നമ്മൾ പൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ദുനിയാവ് അത് തകർന്നടിഞ്ഞില്ലാതെയാകാൻ മിനിറ്റുകൾ മതി. മിനിറ്റ് മതി അള്ളാഹ്ക്ക്. നിങ്ങൾ ഒരു ആയുസ് മുഴുവൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹ് ഒരൊറ്റ സ്പൂണിന്റെ തലപ്പുകൊണ്ട് തട്ടി താഴെയിടും എന്നാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഉസ്പൂണിന്റെ തലപ്പ് എന്ന് മനസ്സിലായില്ലല്ലോ? ഇപ്പൊ പറഞ്ഞുതരും. ഈ സദസ്സിൽ ഞാൻ കാണുന്ന ദൂരത്തിന്റെ ഒരു സഹപ്രവർത്തകൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെറിയൊരു കടം വന്നു. കടം വരാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആ ഹോട്ടലിൽ ആ പാർട്ട്ണറുടെ സുഹൃത്തായ അറബി സഹോദരനുമായി വാക്കേറ്റുണ്ടായപ്പോ ആ അറബി സഹോദരന്റെ കണ്ണിൽ ഇയാളുടെ സ്പൂൺ ഒന്ന് തട്ടി, കണ്ണ് പൊട്ടിപ്പോയി. പിന്നെ അതിന്റെ നഷ്ടപരിഹാര തുകക്ക് വേണ്ടിയുള്ള ഞെട്ടോട്ടത്തിനിടയിൽ സമ്പന്നനായ ഒരു മനുഷ്യൻ ജീവിതത്തിലെ എല്ലാം എടുത്തു കൊടുത്തു, സകാത്തിന് അർഹനാകുന്നിടത്തേക്കെത്തി. എന്താ കഥ? അതായത് പാർട്ട്ണർ ചതിച്ചു, അതിനിടയിൽ വാക്കുതർക്കത്തിനിടയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഉസ്പൂണ് അറബിയുടെ കണ്ണിൽ തട്ടി. അതോടുകൂടി അദ്ദേഹം വലിയ നിലയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ സകാത്തിന് അർഹനാകുക പറഞ്ഞാൽ സമ്പത്തൊക്കെ നശിച്ചു, മിസ്കീനായി അല്ലെങ്കിൽ ഫക്കീറായി എന്നർത്ഥം, ദരിദ്രനായി പോയി എന്നർത്ഥം. ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന് ഒരു സ്പൂണിന്റെ തലപ്പ് മതി കൂട്ടരെ. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾ ഈ ബക്കറ്റ് കിട്ടാളീന്ന്. ഇവരുടെ നേതാവാണ്, ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് മുജാഹിദ് വാലിശ്ശേരി. അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർണം വേണോ സ്വർഗം വേണോ? സ്വർഗമാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ കയ്യിൽ കിടക്കുന്ന വള, വിരലിൽ കിടക്കുന്ന മോതിരം, കാതിൽ കിടക്കുന്ന കമ്മൽ,
കഴുത്തിൽ കിടക്കുന്ന മാല അതെല്ലാം അഴിച്ചിട്ട് ഇതാണ്ട് ആ സംഘാടകർ കൊണ്ടുവരുന്ന ബക്കറ്റ് കിട്ടോളിയുന്നു. അല്ല നിങ്ങൾക്ക് സ്വർണം തന്നെ വേണ്ടതെങ്കിൽ അള്ളാഹ് സ്വർണം നാശാക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. വല്ലാത്തൊരു അള്ളാഹിൻ്റെ പിരിവ് അല്ലേ. ഇത് നിങ്ങൾക്ക് ഈ വിസ്ഡം ഗ്രൂപ്പിൽ മാത്രമല്ല, എല്ലായിടത്തും കാണാൻ പറ്റും. ഇസ്ലാം മത പ്രബോധനം എന്ന പേരിൽ ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപനങ്ങൾ, അവരുടെ പ്രബോധനം, അവരുടെ ഉമ്മത്തിൻ്റെ എന്താ പറയുക വെൽഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം സംഘടനകൾ ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി തിന്നു കൊഴുക്കണം. പാവപ്പെട്ട മനുഷ്യരെ അവരുടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്ത്, അവരുടെ ഭയത്തെ ചൂഷണം ചെയ്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം കൊടുക്കാൻ ഉസ്താദ് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ, ഞങ്ങാനും അള്ളാഹു ഉസ്പൂൺ പ്രയോഗം എൻ്റെ വീട്ടിൽ നടത്തിയാലോ എന്നുള്ള ബേജാറിൽ കയ്യിലുള്ളതൊക്കെ പെട്ടിയിലിട്ട് കൊടുക്കാൻ ആളുകൾ നിർബന്ധിതരാകും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയ്യിലുള്ള ഒരു സൂത്രമുണ്ട്. എന്താ അറിയോ? മരണം. മരിച്ചതിൻ്റെ ഇന്നലെ കണ്ട ആൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണാനില്ല, മരിച്ചുപോയി. എന്നിട്ട് അതിൽ ഒരു ഗദ്ഗതൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓളത്തിലൊരു പ്രസംഗമൊക്കെ കേട്ടാലുണ്ടല്ലോ 5 പവൻ്റെ മാല ഉണ്ടെങ്കിലും താത്ത ഊരി പക്കറ്റ് കിട്ടു കൊടുക്കും. എന്നിട്ട് ഇവരാണ് നമ്മളോട് പറയുന്നത്, എന്ത് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്, നിങ്ങൾ എന്ത് പുളിങ്കുരുവിന് വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് പരിപാടി നടക്കണ്ടേ, സംഘടിപ്പിക്കണ്ടേ, പ്രബോധിപ്പിക്കണ്ടേ, അതിന് നുണകൾ പറയണ്ടേ. നല്ല കഥയായി. ഒരു സ്പൂണിന്റെ തലക്കൽ എല്ലാ ആർഭാടങ്ങളും എല്ലാ ആവേശങ്ങളും എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന സംഭവം അവസാനിക്കുന്ന ഒരു പരലോകം. പിന്നെ ദുനിയാവിനെ കുറിച്ച ബോധ്യം, ദുനിയാവ് ഏറ്റവും നിസ്സാരമാണെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾക്കൊരു ബോധ്യം വന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വേണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. കാരണം അള്ളാഹ് സ്പൂൺ പ്രയോഗം നടത്തി മൊത്തം ജീവിതം കോഞ്ഞാട്ടാവും എന്ന് പേടിയുള്ളെങ്കിൽ മുഴുവൻ വേണമെങ്കിൽ കൊടുക്കും. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. കാരണം പടച്ചോനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ചില പൗദ്യങ്ങളും കൊടുക്കും, പോട്ടെ ഒരു 10% കൊടുക്കും. ഇതാണിപ്പോ ഇതിന്റെ കുട്ടൻസ്. അതുകൊണ്ട് തീർച്ചയായും ഇസ്ലാമിക പ്രബോധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടത്തേക്ക് വരാം. അതിന്റെ മുൻപ് ഈ തന്ത്രം ഉണ്ടല്ലോ, ഇവരിപ്പോ ഇത്തരം പണപ്പിരിവിനും സംഘടന വളർത്താനും സംഘടനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സംഘടനകളുടെ വലിയ മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും, ഞാൻ പറയുന്നത് ഇത്തരം ആശയപ്രചാരണ സമയത്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാനും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്കും പണം ആവശ്യം വരും. അതിൽ തർക്കമൊന്നുമില്ല. അതിപ്പം മുസ്ലിങ്ങൾക്കായാലും അതല്ലാത്തവർക്കായാലും ഒക്കെ പണത്തിന് ആവശ്യം വരും. ഞാൻ പറയുന്നത് അതല്ല. ഇത് ഒരേ സമയത്ത് ഇവർ ഈ തരം പണപ്പിരിവിന് വേണ്ടിയിട്ട് ഇപ്പം വിസ്ഡം ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടി നടക്കണം. സുഹൃത്തുക്കളെ, വിസ്ഡം ഗ്രൂപ്പ് ഇത്ര കാലമായിട്ട് ഇന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഇന്നൊരു പരിപാടിക്ക് വേണ്ടി അതിന് ഏകദേശം ഇത്രത്തോളം രൂപ ചെലവ് വരും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ പരിപാടിയുടെ നടത്തിപ്പിലേക്കായിട്ട് നിങ്ങൾ തരികയാണെങ്കിൽ അള്ളാഹു അതിന് പ്രത്യേകമായിട്ട് പ്രതിഫലം തരും എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇവരുടെ രീതിയെങ്കിൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഏത് പണപ്പിരിവ് ലക്ഷ്യം വെച്ച് നടത്തുന്ന പ്രസംഗങ്ങളുടെയും തുടക്കം മുതൽ മരണം, നരകം, സ്വർഗം, ഈ ദുനിയാവിൽ വരുന്ന അദാബുകൾ, സമ്പത്ത് തകർന്ന് തരിപ്പണമായിട്ട് കുത്തുപാളയെടുത്തു പോകുന്ന ജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ, അപകടത്തിൽ മരണപ്പെട്ടു പോയവർ, ഇങ്ങനെ തുടങ്ങി കുറേ ഉദാഹരണങ്ങളെ മുന്നിലോട്ട് നിരത്തി പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് ഭയം നിറച്ചിട്ടാണ് പിന്നെ ഒരു പിരിവിൻ്റെ ബക്കറ്റ് എടുക്കുക. ഇത് വളരെ കൃത്യമായി ആളുകളെ കൊള്ളയടിക്കുകയാണ്. ആളുകളെ ഭയത്തിന്റെ മുന്നിൽ നിർത്തി കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. ഏതുപോലെ മുഹമ്മദ് നബി ഇതേ പ്രയോഗമാണ് നടത്തിയിരുന്നത്. ഇവരിപ്പോൾ ഈ ഓതുന്ന ആയത്തുണ്ടല്ലോ, അത് മുഹമ്മദ് നബിക്ക് പണത്തിനാവശ്യം വന്നപ്പോൾ അവിടെ ഇറങ്ങിയ വചനങ്ങളാണ്. 1400 കൊല്ലം മുൻപ് 1400 കൊല്ലം മുൻപ് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പണത്തിനാവശ്യം വന്നപ്പോൾ അദ്ദേഹം പയറ്റിയ അതേ തന്ത്രമാണ് ഈ നൂറ്റാണ്ടിൽ 2024 ആവശ്യത്തിന് വഹാബി തൗഹീദ് പ്രചരിപ്പിക്കാൻ വിദേശത്തുനിന്ന് ഫണ്ട് കിട്ടുന്ന ഈ സംഘടനകൾക്ക് പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ഇതേ ആയത്ത്, ഇതേ കഥ, ഇതേ പേടിപ്പിക്കൽ. എന്നിട്ട് അവർ ഈ മൈക്ക് സെറ്റ് അയച്ചു വെച്ചിട്ട് വീട്ടിലെ യൂട്യൂബിൽ പോയിരുന്നിട്ട് എല്ലാവരോടും പറയും, ഇവിടെ നോക്കി ഇസ്ലാം മത വിമർശകരൊക്കെ മതം വിമർശിക്കുന്ന യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനിട്ടോ എന്ന് പറയും. ഇനി ഇദ്ദേഹം പറയുന്നത്, ഇനിയിപ്പോ എന്തിനാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? ഇവർ പ്രവർത്തിക്കുന്നത് ഇന്ന് ദഅവത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും, അതായത് ഫർള് ഐൻ എന്ന് പറയും. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ബാധ്യത. ഒരു മതവിശ്വാസിക്ക് വ്യക്തിപരമായി ബാധ്യതയാവുന്ന കാര്യത്തിലാണ് ഫർള് ഐൻ എന്ന് പറയാം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനുള്ള ബാധ്യത. അപ്പൊ ആ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ അത് ചെയ്താൽ ആ സമൂഹം മൊത്തത്തിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. ഏതുപോലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ മറവ് ചെയ്യുക, മതവിധി പ്രകാരം മറവ് ചെയ്യുക എന്നത് ഫർള് കിഫായാണ്. അങ്ങനെ വരുമ്പോൾ ആ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചാൽ മതി. അപ്പോൾ സമൂഹം മൊത്തം ആ ഒരു ഉത്തരവാദിത്വത്തിൽ പിന്നെ നിർവഹിച്ചതായിട്ട് പരിഗണിക്കും. അതേസമയത്ത് ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിസ്കാരം പോലെ, അതൊരു വ്യക്തിയുടെ കാര്യമാണ്, അയാൾ തന്നെ ചെയ്യണം.
നോക്കൂ, എന്നതുപോലെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ആരാധനാ ബാധ്യത പോലെ, നിസ്കാരം പോലെ, നോമ്പ് പോലെ ഓരോ വ്യക്തിക്കും ദഅവത്ത് നിർബന്ധമാകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഇദ്ദേഹത്തിന്റെ പഴയ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന വലിയ സലഫി പറഞ്ഞിട്ടുണ്ട് അത്ര മരിക്കുന്നതിന് മുമ്പ്. അതുകൂടി പറഞ്ഞുതരും, കേട്ടോളി. അതുകൊണ്ട് തീർച്ചയായും ഇസ്ലാമിക പ്രബോധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ലോകത്തോട് ഇത് പറഞ്ഞിട്ടേ വഫാത്തായി പോയിട്ടുള്ളൂ. മഹാനവറുകൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മഹാനവറുകൾ പറഞ്ഞു, യുക്തിവാദികൾ പെരുകുന്ന കാലം, ഇസ്ലാം വിമർശിക്കപ്പെടുന്ന കാലം. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പറയുന്ന കേട്ടോ, എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ ദഅവത്ത് എന്ന് പറയുന്നത് വ്യക്തികൾക്ക് മേൽ നിർബന്ധ ബാധ്യതയായി വരും എന്നാണ്. ഓരോരുത്തരോടും ബാധ്യതയായി പറയുകയാണ്. തിന്മകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വിജ്ഞാനത്തെ അതിജയിക്കുന്ന കാലത്ത്, ഓരോരുത്തരും ഇസ്ലാമിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന കാലത്ത്, ലോകത്തെ സർവ്വ ഭാഷയിലും ഇസ്ലാം വിമർശനം വരുന്ന കാലത്ത്, ശബ്ദതരംഗങ്ങളെ പിടിച്ചെടുക്കാവുന്ന, വീഡിയോ വേവ്സിനെ പിടിച്ചെടുക്കാവുന്ന ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് ഭാഷ തിരഞ്ഞെടുത്താൽ ലോകത്തെ ഏത് ഭാഷയിലും ഇസ്ലാം വിമർശനം കിട്ടുന്ന, പ്രവാചകനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങൾ കിട്ടുന്ന കാലത്ത്, അങ്ങനെ ഒരു കാലം വന്നാൽ ആ കാലത്ത് എല്ലാവരും ദഅവത്തിന് ഇറങ്ങേണ്ട ഒരവസ്ഥയുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കേൾക്കാം നമുക്ക്. സർവരോടും പറയുന്നു, ദഅവത്ത് വ്യക്തിബാധ്യതയായി തന്നെ വരും. അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ത്വാഖതിഹി, ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് അത് നിർവഹിക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാലം വന്നാൽ എല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കാം. എവിടെ തിരിഞ്ഞാലും ഇസ്ലാം വിമർശകനം, മര്യാദക്കൊന്നും തള്ളാൻ പറ്റാത്ത അവസ്ഥ, മര്യാദക്ക് ഒരു ഇസ്ലാമിക കാര്യത്തിൽ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്ന കളവ് വീണ്ടും ആവർത്തിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ, സൂറത്തു തൗബ യുദ്ധ സന്ദർഭമാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ദഅവത്ത് എല്ലാവരുടെയും ബാധ്യതയായി വരും പോലും. എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും കൊടയും തൊപ്പിയും വടിയും പുസ്തകവും എടുത്ത് റോട്ടിലോട്ട് ഇറങ്ങണം, ദഅവത്ത് നടത്തണം, അത് അവരുടെ ബാധ്യതയായി വരുമെന്നാണ് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ റോട്ടിൽ ഇറങ്ങണോ ഉസ്താദെ? വേണ്ട. അവരവരെ കൊണ്ടാവുന്നത് ചെയ്യുക, അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പൊ ഒരു 10 ആള്, ഒരു 5 ആള്, ഒരു വിസ്ഡം ഗ്രൂപ്പിന്റെ ആൾക്കാർ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ 5 ആൾക്ക് വേണ്ട ചെലവും സാമ്പത്തികമായ സാഹചര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇലക്ട്രോണിക്സ്, വണ്ടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക, പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ അവർ കുത്തിയിരുന്ന് ദഅവത്ത് നടത്തിക്കോളും. അങ്ങനെ ദഅവത്ത് നടത്താനൊരു വിഭാഗം, അതിനെ സഹായിക്കാൻ ഒരു വിഭാഗം. അപ്പൊ നിങ്ങളെ കൊണ്ടാവും വിധം നിങ്ങളൊക്കെ ഓരോരുത്തരും എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഈ പ്രവർത്തനത്തിൽ, ദഅവത്തിൽ ഏർപ്പെടണം. ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വയസ്സായ ഒരു കാരണവർ നിങ്ങളുടെ നാട്ടിൽ പണ്ട് ഓടി നടന്ന പള്ളിക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ മഹർമാല വിറ്റ് ടോക്കൺ എമൗണ്ട് കൊടുത്ത ഒരു മനുഷ്യനുണ്ടാകും. അദ്ദേഹത്തെയും നമുക്ക് നമ്മുടെ ഈ ഒഴുക്കിൽ കൂട്ടാൻ പറ്റണം. മീറ്റിംഗ് കഴിഞ്ഞ് മിനിറ്റ്സ് മോൻ അയച്ചു കൊടുക്കണം, വായിച്ച് കേൾപ്പിക്കാൻ പറയണം, ഇടവേളകളിൽ ചെല്ലണം. മെമ്പർഷിപ്പ് ആദ്യം കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ് എന്ന് പണ്ട് ഇവിടെ വഹാബി പള്ളി തുടങ്ങാൻ നേരത്ത് നോക്കുമ്പോൾ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാര്യക്ക് കൊടുത്ത മഹർമാല വാങ്ങിയിട്ട് പള്ളിക്ക് സ്ഥലം മേടിക്കാൻ, അഡ്വാൻസ് കൊടുക്കാൻ ടോക്കൺ കൊടുക്കുക. എല്ലാ ചെങ്ങായിമാരെ, നിങ്ങളിത് എന്ത് വർത്താനാണ് പറയുന്നത്? അന്ന് അങ്ങനെ സഹായിച്ച മനുഷ്യന്മാര് ഇപ്പൊ വയോധികരായി ചിലപ്പോൾ റൂമിൽ കുത്തിരിക്കുന്നുണ്ടാവും, വീട്ടിലിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ പോലെ നിങ്ങൾ അവഗണിക്കല്ല എന്നാണ്. എന്തിനാ? അയാളെയും കൂടി ഇപ്പം ഈ വിസ്ഡം ഗ്രൂപ്പിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അവരെയും കൂടി പോയിട്ട് അവരുടെ നിങ്ങളെ കയ്യിലുള്ള ഇങ്ക് പാഡിൽ ഒപ്പിയിട്ട് നിങ്ങളെ മെമ്പർഷിപ്പ് ഫോമിൽ പൂരിപ്പിച്ചിട്ട് നിങ്ങളും ഞങ്ങളെ മെമ്പർ ആയിക്കണു എന്ന് പറയണം എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ദഅവത്ത് നടക്കണം, ആ ദഅവത്ത് നടക്കുന്നതിന്റെ കൂടെ വിസ്ഡം ഗ്രൂപ്പിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൂടി നടക്കണം. കാരണം എന്താ വെച്ചാൽ ചിലയിടത്തൊന്നും ആളില്ലേ. ഒരു മുക്കിൽ ചില ഗ്രാമങ്ങളിൽ പോയി 2 ആള് 3 ആളൊക്കെയാണ് ആകെ സലഫികൾ. അതിൽ ഒരാള് KNM, ഒരാൾ ഇങ്ങനെ, ഒരാൾ മർക്കസ് ദഅവ, അങ്ങനെ കുറെ, പിന്നെ കുറച്ച് ദമ്മാജികൾ. ഇതാകെ കൂടെ ഒരു അൽക്കുലിത്തൻ. അതുകൊണ്ടുള്ള ഒരു വിസ്ഡത്തിന്റെ ഒപ്പം നിൽക്കണം. പ്രവർത്തനം എന്ന് പറയുന്നത് ഫീൽഡിൽ ഓടിച്ചാടി നടക്കൽ മാത്രമല്ല, ചിന്ത കൊണ്ട് പ്രവർത്തനമുണ്ട്, ബുദ്ധി കൊണ്ട് പ്രവർത്തനമുണ്ട്, പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനമുണ്ട്. അയാളുടെ ആ വയസ്സായ കാരണവരുടെ തളർന്ന കൈ ആ ഇങ്ക് പാഡിൽ വെച്ചിട്ട് ആ നമ്മുടെ ഫോമിൽ ഒപ്പിടിച്ചിട്ട് നിങ്ങളാണ് 1ാമത്തെ മെമ്പർ എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആരത് പറഞ്ഞ? വിസ്ഡം യൂത്ത് ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിസ്ഡം യൂത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ കുറിച്ചാണോ പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. ഇത്തരം ആളുകളൊക്കെ, ഇത്ര വയസ്സായ ആളുകളെ, വീട്ടിലിരിക്കുന്ന ആളുകളുടെ കൈ പിടിച്ചെടുത്തിട്ട് ഇങ്ക് പാഡിൽ മുക്കി നിങ്ങളെ ഫോമിൽ വെച്ചിട്ട് മെമ്പർഷിപ്പ് ആക്കിയിട്ട് നിങ്ങളാണ് 1ാമത്തെ മെമ്പർ. ശരിക്കും നിങ്ങളെ പ്രശ്നം എന്താ? മെമ്പർഷിപ്പ് ഇല്ലാത്ത പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഇവരെ പ്രശ്നം? എന്താ ഇവരെ പ്രശ്നം? എന്നിട്ട് മകനെ അയച്ചു കൊടുക്കണം. എന്ത്?
യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയപ്പോൾ യുവജന പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി ഘടകങ്ങൾക്കും വേദന തിന്ന് പ്രവർത്തിക്കേണ്ടി വന്ന കാലഘട്ടം ഇതാ കാലഘട്ടമല്ല. ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പറയാനുള്ളത് പറഞ്ഞ് ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും ഒന്നിച്ചൊരുമിച്ചുള്ള ഒരു യാത്രയാണിത്. നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ വിസ്ഡം ഗ്രൂപ്പ് മാത്രം കേട്ടോ. എല്ലാ വഹാബികളും അല്ല, എല്ലാ മുസ്ലിങ്ങളും അല്ല, ലോകത്തെമ്പാടുമുള്ള അള്ളാഹുവിന്റെ ദീനിൽ അണിചേർന്ന് പ്രവർത്തിക്കേണ്ട ഉത്തമ സമുദായമായ ഒരു ഉമ്മത്തായി ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഒറ്റ ഉമ്മത്ത് എന്ന ആ ഒറ്റ ഉമ്മത്തല്ല ഈ ഒറ്റ മാലയിൽ കോർത്ത മുത്തുമണികൾ. അത് വേറെ, അതിങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുകയാണ്. ഇതിപ്പോൾ പറയുന്ന മാല മുത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മുത്തുമാല. ആ മാലയിൽ മുജാഹിദ് ബാലുശ്ശേരി, ഹുസൈൻ സലഫി, താജുദ്ദീൻ സലാഹി, നമ്മുടെ എന്താ അയാളുടെ പേര് CP സലീം സാഹിബ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ഇവരുടെ ഈ മാലയാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഒരു ലോക്കറ്റ് പോലെ നമ്മുടെ ഹിലാൽ CP ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന ആ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന മുത്തുമാലയാണ് ഇപ്പോൾ ഒരേപോലെ പ്രവർത്തിക്കുന്നത്. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പണ്ട് പിന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ ആളില്ലാതെ, ഒന്നിനും ആളില്ലാതെ, പൈസ ഇല്ലാതെ നരകിച്ച് നടന്നിരുന്ന യുവജന പ്രസ്ഥാനമല്ല ഇന്ന് വിസ്ഡം യൂത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിസ്ഡം യൂത്ത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ദഅവത്തിന് വേണ്ടി മുക്കിലും മൂലയിലേക്കും ഇറങ്ങാൻ പോവാണ്. സുഹൃത്തുക്കളെ, ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ ഇനി സൂക്ഷിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കയ്യിലെ പട്ടത്തിന്റെ കയറ് പൊട്ടുമ്പോൾ പട്ടം ഇങ്ങനെ ആകാശത്ത് പറന്നുയർന്ന് അതിങ്ങനെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നിറക്കണ്ണുകളോടൊമ്മച്ചേ എന്റെ പട്ടം പോയുമ്മച്ചേ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവസാനിക്കുന്ന നമ്മുടെ റൂഹ് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ദിനം മുന്നിൽ വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഉസ്പൂൺ കണ്ണി കുത്തിയിട്ട് കണ്ണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ കേസ് നടത്തി കുത്തുപാളയെടുത്ത ഒരു സുഹൃത്തിന്റെ കഥ കേട്ടിട്ടും നിങ്ങൾക്ക് ബേജാറാവുന്നില്ല എങ്കിൽ, പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് നൂലറ്റ് പോയ പട്ടം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ നാളെ നിങ്ങളുടെ റൂഹ് ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു ദിവസം മുന്നിൽ കണ്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ചത്തുപോകും ചങ്ങായെ, ഇപ്പൊ പ്രവർത്തിച്ചൂട് എന്നാണ് ഈ പറയണത്. മരണത്തെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഇപ്പൊ തന്നെ തയ്യാറാക്കിക്കൊള്ളിയുന്നതാണ്. എന്താ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, വിസ്ഡം ഗ്രൂപ്പിന് ആളില്ലാത്ത മുക്കിലും മൂലയിലും കുഗ്രാമങ്ങളിലും കടത്തിണ്ണയിലും ഷോപ്പിംഗ് മാളുകളിലും റോട്ടിലും ഗ്രൗണ്ടുകളിലും കയറി നിന്നിട്ട് ദഅവത്ത് നടത്തണം. പറ്റുകയാണെങ്കിൽ ഓരോരോ ദഅവത്തിന്റെ പെട്ടിക്കടകൾ ഇട്ടുകൊടുക്കണം. അതിനുവേണ്ടി വിസ്ഡം ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയണം. മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്റെ ലഹുർ പോയപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നത് അബൂ ഇസ്ഹാഖ് മാത്രമാണ്. എന്റെ കുട്ടി മരിച്ചിരുന്നെങ്കിൽ തഅസിയത്തുമായി 10,000 വരുമായിരുന്നു. ദുനിയാവിന്റെ ദുരന്തമാണ് ഇവർക്ക് പരലോകത്തിന്റെ ദുരന്തത്തെക്കാളും വലുത് എന്ന് പറഞ്ഞ വാചകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലഹുർ നഷ്ടപ്പെട്ടപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല, കുട്ടി മരിച്ചിരുന്നെങ്കിൽ എല്ലാവരും വരുമായിരുന്നു എന്ന്. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് ദുനിയാവാണ് പ്രധാനം. അങ്ങനെ ആയാൽ ശരിയാവില്ല എന്നാണ്. അങ്ങനെ ആയാൽ ശരിയാവില്ല. നിങ്ങൾ പള്ളിക്ക് മുൻതൂക്കം കൊടുക്കണം, ദീനിന് മുൻതൂക്കം കൊടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിസ്ഡം ഗ്രൂപ്പിന്റെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് എല്ലാവരും തങ്ങളാലാവും വിധം അള്ളാഹുവിനെ സഹായിക്കണം. വിസ്ഡം യൂത്ത് അതിന്റെ ഏറ്റവും ശക്തമായ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആളില്ലാത്ത, സഹകരിക്കാൻ ആളില്ലാത്ത, പിന്തുണ തരാൻ ആളില്ലാത്ത, ബോക്സ് എടുക്കാൻ ആളില്ലാത്ത, മൈക്കെടുക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക്, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് തൗഹീദ് കേൾപ്പിക്കാൻ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി കടത്തിണ്ണകളിൽ, റോഡുകളിൽ, വീട്ടുമുറ്റങ്ങളിൽ തസ്ഫിയയുമായി ഇനിയും മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആളും പാളും ഇല്ലാത്ത ഏരിയകളിലേക്ക് മുക്കിലും മൂലയിലും ചെന്ന് കയറി വിസ്ഡത്തിന്റെ തൗഹീദിന്റെ പെട്ടിക്കട തുടങ്ങാനുള്ള പ്രവർത്തനത്തിന് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം. അള്ളാഹ്ക്ക് അതിനുവേണ്ടി അള്ളാഹിനെ സഹായിക്കണം. അത് അള്ളാഹിനെ സഹായിക്കാൻ തൽക്കാലം നിങ്ങൾക്ക് അള്ളാഹിന്റെ QR കോഡ് ലഭ്യമല്ലാത്തത് കൊണ്ട് ആ വിസ്ഡം ഗ്രൂപ്പിന്റെ QR കോഡിലേക്ക് ഇട്ടോളി, ഇല്ലെങ്കിൽ ഇതാ മുന്നിലിരിക്കുന്ന ബക്കറ്റിലേക്ക് വെച്ചോളി. ഞങ്ങളിതാ കേരളത്തിലുടനീളം വിസ്ഡം ഗ്രൂപ്പിന് ആളില്ലാത്ത ഇടങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെയൊക്കെ റോട്ടിലും മേട്ടിലും കാട്ടിലും ഒക്കെ കയറി ദഅവത്ത് നടത്താൻ പോവാണ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. എവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെ ദഅവത്തിന് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. മുസ്ലിം സമൂഹത്തിൽ മാത്രമാണ് ഇനി നിങ്ങളെ തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ഈ നാട്ടിൽ ഈ ദഅവത്ത് എന്ന് പറയുന്ന ഫിത്ന ഇറക്കി ഇവിടെ സകലമാന പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ഛിദ്രതയ്ക്ക് വളം വെച്ചു കൊടുത്ത നിങ്ങളാണ്. രാഷ്ട്രീയമായ തർക്കങ്ങൾ നിങ്ങൾ നല്ല റോൾ വഹിക്കുന്നുണ്ട്. ഇതര മതസ്ഥരും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഐക്യം തകർക്കുന്നതിൽ നിങ്ങളുടെ പ്രാസംഗികർ ദഅവത്ത് എന്ന പേരിൽ പറഞ്ഞ വഷളത്തരത്തിന് വലിയ പങ്കുണ്ട്. അതൊന്നും വിസ്മരിച്ചിട്ട് അതൊക്കെ തുറന്നു കാട്ടപ്പെടുകയും നിങ്ങൾ ഉയർത്തുന്ന ഇസ്ലാമിന്റെ അവകാശവാദങ്ങളിൽ നിങ്ങൾ പറയുന്ന കളവുകളൊക്കെ ഓരോന്നോരോന്നായി പൊളിച്ചു കാണിക്കുകയും ചെയ്തിട്ട്, ഇത് വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ എന്ന് തുടങ്ങി നിങ്ങൾ ദഅവത്തിന്റെ ആവശ്യവുമായി പോകുന്ന എല്ലാ ആളുകൾക്കും ഇപ്പൊ സംഗതി പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് ദഅവത്തിന് നിങ്ങൾ ഇനി ആളില്ലാത്ത വല്ല കുന്നിന്റെ മുകളിലും കയറി ഒറ്റക്കൊരു പെട്ടിക്കട ഇടുന്ന തന്നെ ആയിരിക്കും നല്ലത്. അവിടെ പെട്ടിയെടുക്കാനും മൈക്കെടുക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും മാത്രമല്ല ആളുണ്ടാവാതിരിക്കുക, ദഅവത്ത് കേൾക്കാനും ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ കുന്നിന്റെ പുറത്ത് കയറിയിട്ട് മതപരമായ ഒരു ബാധ്യത എന്ന നിലക്ക് നിങ്ങൾ ദഅവത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞോളി. ഏതുപോലെ മുഹമ്മദ് നബി പണ്ട് മലയുടെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ചു വരുത്തിയില്ലേ എന്നതുപോലെ ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ ദഅവത്തിന് വേണ്ടി ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നവരാണ് ഇസ്ലാം മത വിമർശകർ, പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നവരാണ് എന്ന ഉളുപ്പില്ലാത്ത വാദവുമായി നടക്കുന്നത്. അതുകൊണ്ട് ആശയപ്രചരണം എന്ന് പറഞ്ഞാൽ അതിന് സമയം വേണം, സംവിധാനം വേണം, ആള് വേണം, സൗകര്യങ്ങൾ വേണം, പണം വേണം, എല്ലാം വേണം. അത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഇതൊക്കെ വേണം. ഇസ്ലാമിനെതിരായ ആശയമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു നല്ല സംവിധാനം ഉണ്ടാവാൻ പാടില്ല, ഒരു സ്റ്റുഡിയോ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പണമാണ്, അതൊക്കെ പണപ്പിരിവാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം.